പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കുട്ടനാട്ടിലെ വ്യാപകമായിട്ട് ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ തോടുകളിലും ആറുകളിലൂടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് മീൻ വിൽക്കാനായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പാണ് ഇത് വ്യാപകമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വ്യാപകമായിട്ടിത് കാണുന്നില്ല എന്ന് മാത്രമല്ല, വളരെ പരിമിതമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒരു വീടിൻ്റെ കടവിൽ വള്ളത്തിൽ മീൻ വിൽക്കുന്ന ഒരു ചേട്ടൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ചേട്ടൻ്റെ വള്ളത്തിൽ പെട്ടിക്കകത്ത് മീനൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് ഈ ചേട്ടനോട് ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അച്ഛൻ്റെ പേരനാച്ചാ? ബേബി. അച്ഛൻ്റെ വീട് എവിടാ? നെരണമാണ്. അപ്പോൾ നെരണത്തു നിന്നാണ് എല്ലാ ദിവസവും കച്ചവടത്തിനായിട്ട് ഇങ്ങനെ വരുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് സാധാരണ പോകാറ്? ഇന്ന് ഞാൻ പോയ സ്ഥലം കേളമംഗലം, ചേക്കരിക്കാട്, അവിടെ പുല്ലങ്കടി, എടത്തപ്പള്ളിയുടെ കിഴക്കപ്പുറത്തെ തോടവിടെ കയറി എടത്ത ആറ്റിലിറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ വരിക. അത് ശരി. ഒരു പെട്ടി മീനുണ്ടായിരുന്നു. ഒരു പെട്ടി മീനുണ്ടായിരുന്നു. എന്നാ മീൻ? ഇന്നത്തെ മീൻ എന്നായിരുന്നു? തൂളി മീനായിരുന്നു. സാധാരണ എല്ലാ ദിവസങ്ങളിലും എന്നാ മീനാ സാധാരണ? അയിലേമത്തി. കടമീനാ സാധാരണ. ഇന്ന് തൂളിയാണ് എടുത്തേക്കുന്നല്ലേ? അത് ശരി. എത്ര വർഷമായി അച്ഛൻ ഈ കച്ചവടമൊക്കെ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 10-35 വർഷമായി. 35 വർഷമായിട്ട് വള്ളത്തെ തന്നെയാണ് കച്ചവടം? വള്ളത്തെ തന്നെ. ഓ, അത് ശരി. ഒരു വള്ളം വീട്ടിൽ ഇരിപ്പുണ്ട്, വെള്ളം. അത് ശരി. ഒടിഞ്ഞു പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വള്ളം ഇതാ. അപ്പോൾ രണ്ടാമത്തെ ഈ 35 വർഷത്തിനിടയിൽ 2 വള്ളത്തേലാണ് കച്ചവടം ചെയ്ത്. ഒരു വള്ളത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് വീട്ടിലിരിക്കുക. ഇപ്പം മറ്റൊരു വള്ളത്തേലാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പഴയ കാലത്തെ പോലെ കച്ചവടം നമ്മൾ ഈ വള്ളത്തെ പോകുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? കച്ചവടം കുറവാ അല്ലേ? ബൈക്ക് ഒക്കെ കിടക്കുന്നതുകൊണ്ട് പറ്റത്തില്ല. ഓ, അത് ശരി. മറ്റേ വള്ളത്തേൽ ആളുകൾ കൂടുതലായിട്ട് കരയ്ക്കൊന്നും പോകുന്ന അല്ലേ? വള്ളത്തേലും ബൈക്കേലും പെട്ടി വണ്ടിയൊന്നും ഒക്കെ മീൻ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ രാവിലെ എത്ര മണിയാകുമ്പോഴത്തേക്ക് അച്ഛൻ ഇറങ്ങാറുണ്ടോ സാർ? 5:15 ആകുമ്പോഴത്തേക്ക് ഇറങ്ങാറുണ്ട്. ഇറങ്ങും. സാധാരണഗതിയിൽ എപ്പോഴാണ് ഈ മീൻ വിൽപ്പനയൊക്കെ തീരുന്നത്? സാധാരണ ചിലപ്പോൾ 2 മണി, ചിലപ്പോൾ 3 മണി. ഇന്നാണ് 4 മണിയായി. ഇപ്പൊ 4 പോകുന്നു. 4 മണിയായിട്ട് അതിന് തീരുന്നതേ ഉള്ളൂ. 3 കിലോ മീൻ ഇനിയും കിടക്കുക. ഇനി 3 കിലോ മീൻ കിടക്കുക. അപ്പം ഒരു ദിവസം ഏകദേശം രാവിലെ 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന. ഇന്നത്തെ രീതി അനുസരിച്ചാണെങ്കിൽ തിരിച്ച് 4 മണിക്കേ വീട്ടിൽ ചെല്ലത്തുള്ളൂ. 4 മണിക്കേ ചെല്ലത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘമായ 12 മണിക്കൂർ ജോലിയാണ് ഈ പ്രിയപ്പെട്ട അച്ചായൻ ചെയ്യുന്നത്. 35 വർഷത്തിന് മുകളിലായിട്ട് വള്ളത്തിൽ മീൻ വിൽപ്പന നടത്തുന്ന ഒരു അച്ചായനാണ്. ഏതായാലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴേ കാണാനേ ഇല്ല എന്ന് പറയേണ്ടി വരും. നിരണംകാരനായിട്ടുള്ള ബേബിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു വളരെ വർഷങ്ങളായി, 3-4 പതിറ്റാണ്ടുകളായിട്ട് ചെയ്യുന്ന കച്ചവടമാണിത്. ഏതാണെങ്കിലും പ്രിയപ്പെട്ട ബേബിച്ചേട്ടന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. ബാക്കിയുള്ള മീൻ പെട്ടെന്ന് വിറ്റുമാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടാതെ നല്ല രീതിയിൽ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് നാടിൻ്റെ നന്മയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.